ശ്രീ അബ്ദുൽ ഖാദർ, നോക്കൂ, ഒരു യൂണിയൻ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന നിയമത്തിൽ ഒരു സ്റ്റേറ്റിന് മാത്രമായി ഒന്നും ചെയ്യാനാകില്ല എന്ന നറേഷൻ വ്യാപകമായി നിലനിൽക്കുകയാണ്. സംസ്ഥാനത്തെ തന്നെ BJP കേരളത്തിലും അത് നടപ്പിലാക്കുമെന്ന് ആവർത്തിക്കുന്ന വേളയിൽ കൂടിയാണ് കേരളം സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. എന്താണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്? അല്ല, ഈ നിയമം ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ളൊരു നിയമമാണ്. അപ്പം നമ്മളിപ്പോഴും ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ പരമോന്നതമായ നീതിപീഠത്തിൽ വിശ്വാസമർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇവിടുത്തെ DYFI ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ നിയമം എങ്ങനെയാണ് ഇന്ത്യയുടെ ഭരണഘടനാ വിരുദ്ധമാകുന്നത് എന്നറിയണമെങ്കിൽ നമ്മുടെ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ, അനുച്ഛേദങ്ങൾ പരിശോധിച്ചാൽ മതി. ഭരണഘടനയുടെ 14ാമത് അനുച്ഛേദം വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഏതൊരു നിയമവും ഇന്ത്യയിൽ ജീവിക്കുന്ന ജാതികളെയോ ഏതെങ്കിലും വിഭാഗത്തെയോ പ്രത്യേകമായിട്ട് ഒഴിവാക്കുന്ന ഒന്നാവരുത് എന്നുള്ളതാണ്. നിയമം എല്ലാവർക്കും ബാധകമാകണം. അങ്ങനെ ഉണ്ടാക്കുന്ന നിയമത്തിൻ്റെ ആനുകൂല്യം ഏതെങ്കിലും ഒരു ജാതി വിഭാഗത്തിനോ മതവിഭാഗത്തിനോ ഏതെങ്കിലും ഇന്ത്യയുടെ ഒരു പ്രദേശത്ത് ജനിച്ചയാൾക്കോ നഷ്ടമാവാൻ പാടില്ല. അതാണ് ഭരണഘടനയുടെ അന്തസ്സത്ത. ആ അന്തസ്സത്തെയാണ് കേന്ദ്ര ഗവൺമെൻറ് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ഇടിച്ചു തകർക്കുന്നത്. നമ്മുടെ രാജ്യത്തെ പൗരത്വം എന്നുള്ളത് ഇവിടെ ജനിച്ച ഓരോരുത്തരുടെയും അവകാശമാണ്. നമുക്കറിയാം, ഏതൊരു രാജ്യത്തും അവിടെ ജനിച്ച മനുഷ്യർക്ക് പൗരത്വം നൽകുന്നുണ്ട്. ഇവിടെ നമ്മുടെ രാജ്യത്ത് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും ഒക്കെ ഇവിടെ ജനിച്ച ആളുകൾ, ഇവിടെ ഭൂമിയും ഇവിടെ രേഖകളും ഒക്കെയുള്ള ആളുകൾ ഒരു സുപ്രഭാതത്തിൽ പൗരന്മാരല്ലാതാക്കുക എന്നുള്ളൊരു നിയമം ഞാൻ പ്രതീക്ഷിക്കുന്നു സുപ്രീം കോടതിയുടെ പടിവാതിക്കൽ പോലും ഈ നിയമം നിലനിൽക്കാൻ പോകുന്നില്ല. ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യുലർ മതനിരപേക്ഷ സാമൂഹ്യ സംവിധാനങ്ങൾക്കെതിരാണ്. ഇന്ന് ഒരു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമം പാസ്സാക്കിയിട്ടുള്ളത്. ആ നിയമം പാസ്സാക്കിയിട്ട് ഏതാനും വർഷങ്ങളായി എന്നെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ നിയമം എടുത്തിടുന്നത് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ കൊണ്ടൊന്നും തങ്ങൾ അധികാരത്തിൽ വരില്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്ന് കൊണ്ടുകൂടിയാണ്. ഭാരതീയ ജനതാ പാർട്ടി അവർ ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിഭജന നയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതുവരെ നടപ്പിലാക്കിയ കാര്യങ്ങൾ കൊണ്ട് വലിയ ഗുണം ലഭിക്കാൻ പോകുന്നില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ രണ്ടാം ഊഴത്തിൽ ഒരു വിജയത്തിന് വേണ്ടി പൗരത്വ ഭേദഗതി നിയമം വീണ്ടും പൊടിതട്ടിയെടുക്കുന്നത്.